ഇവരുടെ ഇടപാടുകൾ എറണാകുളം വെണ്ണയിലാണോ ബോംബെയിലാണോ എന്ന് എനിക്ക് അന്വേഷിക്കാനുള്ള ശേഷിയൊന്നുമില്ല. അന്വേഷിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിച്ചോളൂ. ദല്ലാൽ നന്ദകുമാറും ശ്വേതാ മേനോനുമായിട്ടുള്ള ബിസിനസ് എല്ലാം ബോംബെയിലാണെന്ന് ഞാൻ പറയും. സാഹചര്യങ്ങൾ വെച്ചാണ് പറയുന്നത്. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്നലെ നമ്മൾ ഈ AMMA വിഷയമായിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അൻസിബയുടെ ഒരു ചാറ്റ് വോയിസ് റെക്കോർഡ് എല്ലാം റിലേറ്റഡ് ആയിട്ടൊരു വീഡിയോ ചെയ്ത് ഇതെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. അതിനുശേഷം ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാണ്ടായ റീസൺ ഈ ഒരു വിഷയമായിട്ട് കണക്റ്റഡ് ആയിട്ട് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കേട്ടിട്ടുള്ള വോയിസ് ശാന്തിവിള ദിനേശൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. പുള്ളിയുടെ ചാനലിൽ ഞാൻ ഇതുപോലത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഒരുപാട് വാച്ച് ചെയ്യുന്ന ആളാണ്. കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ പുറം ലോകത്ത് അറിയാത്ത കാര്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ മൂക്കത്ത് വിരൽ വെക്കുന്ന കാര്യങ്ങളൊക്കെ പച്ചയ്ക്ക് വെട്ടി തുറന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് ഇൻഫർമേഷൻ കയ്യിലുള്ള ആളാണ്. പക്ഷേ പല കാര്യങ്ങളും ഇതുപോലെ കേസ് പരിപാടി കാര്യങ്ങളൊക്കെ പേടിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് പുറത്ത് പറയാറില്ല. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുള്ളി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിൽ ടിനി ടോമിനെ കുറിച്ച് വളരെ മോശമായിട്ട്, പിന്നെ ഇപ്പോൾ അമ്മയിൽ നടക്കുന്ന ചില കാര്യങ്ങൾ പുറത്ത് അറിയാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ പറ്റുമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, സോ ദാറ്റ് മറ്റുള്ളവരിലേക്കും എന്നാലേ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുള്ളൂ. മാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു ചാനലിലെ വീഡിയോസ് വീണ്ടും കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയ അൽഗോരിതം പ്രകാരം ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു വീഡിയോ അടുത്ത വീഡിയോ ചെയ്യുന്ന സമയത്ത് വരുള്ളൂ. അപ്പോൾ ഈ ഒരു വിഷയം അതിൽ കുറച്ച് ഓഡിയോ ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വിഷയം സംഭവം ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇപ്പം ഇതിൽ ഈ ഒരു വിഷയത്തിൽ അൻസിബയാണല്ലോ. ഞാനിപ്പോൾ ഈ ഒരു വിഷയത്തിൽ വളരെ കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന അൻസിബേനെയാണ്. വളരെ ജൂനിയർ മോസ്റ്റ് എന്ന് ഇവർ കരുതുന്ന ഈ ഒരു അൻസിബ, യുനാനിമസ്ലി എലക്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു അൻസിബയുടെ മുന്നിൽ ഇത്രയധികം വർഷത്തെ പാരമ്പര്യമുള്ള, എത്ര അധികം വർഷങ്ങളായിട്ട് മലയാള സിനിമയിൽ എല്ലാ അർത്ഥത്തിലും അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത്, ഇൻ ദ സെൻസ് ലൈക്ക് അത്രയും പവർഫുള്ളായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാം. നമ്മളേറ്റവും ഭയങ്കരൻ എന്ന് കരുതുന്ന ടിനി ടോമിനെ പോലൊരു വ്യക്തി, മലയാളം മനസ്സിലാവുന്ന ഏതൊരു വ്യക്തിക്ക് ലോകമെമ്പാടുള്ള എല്ലാവരുടെ മുന്നിലും അക്ഷരാർത്ഥത്തിൽ നാണം കെട്ടുപോയെങ്കിൽ ഇനി അയാളുടെ സ്വയം വലിപ്പം, ഞങ്ങളുടെ നാട്ടിൽ പറയും ചുമരുമ ചാരി നിന്നിട്ട് കരിക്കട്ട വെച്ചിട്ട് ഹൈറ്റ് നടന്നു നോക്കാൻ, ഇനിയെങ്കിലും അവനെ സ്വയം ഒന്ന് വിലയിരുത്താൻ പഠിക്കണം. ഇപ്പം നമ്മളുടെയൊക്കെ കണ്ണിൽ, ഇപ്പം ഞാൻ കമൻറ്റ് ബോക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് ഈ വിഷയങ്ങൾ അറിയണവർക്ക് ഒക്കെ കണ്ണിൽ ഈ ടിനി ടോം എന്ന് പറഞ്ഞ വ്യക്തി, ഇന്നിപ്പോൾ ടിനി ടോമിന് ഇയാൾ പുരുഷ വേശ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഉപയോഗിച്ചിട്ടുള്ള വോയിസ് റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ലോക്കൽ കുളിക്കടവ് സെറ്റപ്പ്, കുളിക്കടവ് മോശം എന്ന് പറയല്ല, പരദൂഷണം സാധാരണ, സ്ത്രീകളെ പരദൂഷണം ഞാൻ പറയില്ല, പുരുഷന്മാരും ഒക്കെ ഉണ്ട്. ഒരു തനിയൊരു പക്ക ലോക്കൽ തേർഡ് റേറ്റ് ഗോസിപ്പ് അടിച്ച് നടക്കുന്ന ഒരു വ്യക്തിയുടെ നിലവാരമാണ് ഇയാൾക്കുള്ളൂ എന്നുള്ളത് കുറച്ച് ദിവസത്തെ കാര്യങ്ങൾ കൊണ്ട് മനസ്സിലാവുന്നുണ്ട്. ക്ഷേത്രം റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം, ക്ഷേത്രത്തിൽ നിന്ന് ദല്ലാൽ നന്ദകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള അയാളുടെ ചുമതല വഹിച്ചിരുന്ന വെണ്ണല ക്ഷേത്രത്തിൽ നിന്ന് 75 ലക്ഷം രൂപ എന്തിന് അമ്മ പോലത്തെ ഒരു സംഘടനയ്ക്ക് കൊടുക്കണം, അതെന്തിനു വാങ്ങണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അതിൽ 30 ലക്ഷം രൂപ എന്തിനു കൊടുക്കണം. ഇന്നിപ്പോൾ ഒരു ക്ഷേത്രമാണ്, നാളെ ഇപ്പോൾ ഒരു പള്ളി വരും, മറ്റന്നാൾ ഒരു ചേർച്ചിൻ്റെ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഇതിൽ മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടില്ല എന്നുള്ളൊരു വർത്താനം അൻസിബ പറഞ്ഞിട്ടുണ്ട്. അത് അൻസിബ അവിടെ പോകുന്ന ക്ഷേത്രത്തിൽ പോകുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ട്. ആ ഒരു വിഷയത്തിനെ ജിഹാദിയാക്കി ചിത്രീകരിക്കുക, മോഹൻലാലിനെ പോലെ അത്രയും ഒരു അറ്റ്ലീസ്റ്റ് മോഹൻലാലിനോട് റെസ്പെക്റ്റ് ഉണ്ടാവും, ലാലേട്ടനോട് സ്വന്തം വർക്ക് ചെയ്യുന്ന ആൾക്കാർ, നാട്ടിലേത് കണ്ട അടകോടം കിടന്ന് ഗോസിപ്പ് പഠിക്കുന്ന പോലെ അല്ലല്ലോ, കൂടെ അഭിനയിച്ചിട്ട് അതുപോലെ ഒരു പിന്നെ എന്താ പറയുക ഒരു കാരണവർ സ്ഥാനത്ത് ആ ഒരു ഇതിൽ ആ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയും ഇത് അൻസിബേനെയും കൂട്ടിയിട്ടൊക്കെ ഗോസിപ്പ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഈ ടിനി ടോമൊക്കെ എത്ര തരം താണ മനുഷ്യനാണ്. ഞാൻ ഈ ഓഡിയോ പ്ലേ ചെയ്യാം കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ. പറയുന്നവൻ മാന്യനായിരിക്കണം എങ്കിൽ പറഞ്ഞോട്ടെ. ഇത് എല്ലാ കുളങ്ങളിലും, കൂതറ കുളങ്ങളിലും നല്ല കുളങ്ങളിലും എല്ലായിടത്തും ചാടി ഇറങ്ങുന്ന ഒരുത്തൻ ഒരു പെൺകുട്ടിയെ അവിഹിതകാരിയെന്നും അത് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയതേ. മോഹൻലാലിൻ്റെ പേര് പറയാതെ മോഹൻലാലുമായിട്ടൊക്കെയാണ് ചേർത്ത് ഈ കുട്ടിയെ അനാവശ്യം പറയുന്നത്. എനിക്കതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് ഇവനൊക്കെ കണ്ണാടിന് മുമ്പ് ഒന്ന് നോക്കിയിട്ടെങ്കിലും പറയണ്ടേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനതാ പറഞ്ഞത്, അറ്റ്ലീസ്റ്റ് ഇപ്പം ലാലേട്ടൻ്റെ കൂടെയൊക്കെ അഭിനയിച്ച് നാളെയും കാണേണ്ടവരല്ലേ, അത്രയും അങ്ങനത്തെ ആൾക്കാരെ കുറിച്ച് വരെ ഈവൻ അതിൻ്റെ ഉള്ളിൽ പുറത്ത് കണ്ട ലോക്കൽ സണ്ടൻ അടകടന്മാരും അല്ലെ അവിടെയും ഇവിടെയും ഗോസിപ്പ് പഠിച്ച് കമൻ്റ് അടിക്കുന്ന പോലെയല്ല, അല്ലെങ്കിൽ നാലാളെ എവിടെയെങ്കിലും കൂടെ വല്ല പാടവരമ്പത്തൊക്കെ ഇരുന്ന് പറയുന്ന അത്ര അതിലേറെ തരം താണ അവസ്ഥയിലേക്കല്ലേ സ്വന്തം സഹപ്രവർത്തകരെ പറ്റിയിട്ട് അറ്റ്ലീസ്റ്റ് ആ ഒരു കൺസിഡറേഷൻ ഉണ്ടാവില്ലേ. നെ പറ്റി ഇല്ലാ കഥ പറഞ്ഞ ടിനി ടോം മലയാളികൾ എത്ര ടൺ തെറിവിളിയാണ്
ടിനി ടോമിനെ വിളിച്ചത്? ഈ അടുത്ത കാലത്താണല്ലോ അത്. ടിനി ടോമിന് ഇയാൾക്ക് ഇതൊന്നും പുത്തിരിയല്ല കേട്ടോ. എന്നെ സത്യം മുപ്പരും പറയുന്നുണ്ട് ഇയാൾക്ക് ഇതൊന്നും പുത്തിരിയല്ല. കാരണം പ്രേം നസീറിൻ്റെ വിഷയം മുതൽ അങ്ങനെ ഓരോ കാര്യത്തിലും ഇപ്പോൾ പണ്ടൊരു പ്രേക്ഷകൻ ഒരു ഫേസ്ബുക്കിൽ കമൻറ്റ് ഇട്ടു എന്നുള്ള കാര്യത്തിൽ അവനെ വിളിച്ച് പറഞ്ഞാലും അത്യാവശ്യം ഒരു ലോഡ് തെറി അതിനും കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇയാൾക്കിതൊരു പുത്തിരി സംഭവമല്ല. തൊലിക്കെട്ടിയുണ്ടെന്ന് എത്ര ആരെന്തൊക്കെ തെറി വിളിച്ചാലും ചിരിച്ചുകൊണ്ടിരിക്കും. അന്ന് പ്രേം നസീർ ട്രസ്റ്റിന് മുന്നിൽ ടിനി ടോമിനെ ഹാജരാക്കി സമസ്താപരാധം മാപ്പ് പറയിച്ച് ഊരിക്കൊണ്ടുപോയത് ഈ പറഞ്ഞ അൻസിബയായിരുന്നു. അതാണ് രസം. ഇപ്പോൾ ഇയാൾ ഞാൻ നോക്കുന്ന സമയത്ത് ഇന്നലെ ഈ പോലീസ് ഡേ എന്ന് പറഞ്ഞിട്ടൊരു മൂവിയിലാണ് ടിനി ടോം 1.5 വർഷം മുന്നേ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് ഈ ഒരു വിഷയത്തിൽ ഊരിക്കൊണ്ടുപോയൊരു വ്യക്തിനെ പോലും ഇതുപോലെ പറയണമെങ്കിൽ എത്രത്തോളം തരം താണ മനുഷ്യനാണ്. ഇന്ന് അൻസിബ സുരേഷ് കുമാറും പ്രേം നസീറിൻ്റെ ബന്ധുക്കളും ഒക്കെയുള്ള ആ ട്രസ്റ്റിൽ ചെന്ന് അവരുടെ മുന്നിൽ സമസ്ത അപരാധം പറഞ്ഞു. അതിന് കൂടെ പോയത് അൻസിബയായിരുന്നു. ആ ഒരു ബോധം പോലും ഇല്ലാതായിപ്പോയി ടിനി ടോമിന് എന്ന് പറയാം. മോശമായിപ്പോയി ടിനി നിങ്ങളുടെ നീക്കം എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇത് നോക്കിയിട്ട് പോയാൽ മതി. കാരണം ഇത് ഞങ്ങളുടെ MLA. ഈ വീഡിയോ ഞാൻ കണ്ടു. ഈ അഞ്ജലിനോട് ഞങ്ങളുടെ MLA എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ ആ ഒരു കളി കളിക്കുന്ന ഒരു കൊഞ്ഞാണം കളി കളിക്കുന്ന ഒരു വീഡിയോ കണ്ടു. ഞാൻ പറഞ്ഞു അയ്യേ ഇയാളുടെ വീട്ടുകാരൊക്കെ എങ്ങനെ സഹിക്കും ഇത് കണ്ടാൽ. ഒരു കൊഞ്ഞാണം കോമാളി. ഈ കോമാളി ഹാസ് എ ഡെഫിനിഷൻ. ഐ തിങ്ക് ഇതൊക്കെ കാണുന്ന സമയത്ത് ഇനി ഒരു 10 ദിവസം ഇത് ഓടിക്കണം കേട്ടോ എന്ന് അഞ്ജലി പറഞ്ഞു. അവർ പറയുമ്പോൾ തന്നെ ഏകദേശം നാറിയിലെ അവിടെ തന്നെ പുറം ലോകത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ നാണം കിടണം. നീന കുറുപ്പിനെ വേദിയിലിട്ട് തല്ലാൻ പോയത്ര ടിനി. ആരാ? എറണാകുളത്തെ വൈറ്റിലുള്ള ഗുണ്ടയോ? ഈ ആരെയും തല്ലും ആരെയും ചീത്ത വിളിക്കും എന്ന് പറയാൻ നല്ല കടയിൽ കയറാത്തോണ്ടാണ് ടിനി. എൻ്റെ നല്ല സുഹൃത്താണ്. ഇപ്പം മാജിക് മഷ്റൂമിൻ്റെ ഓഡിയോ ലോഞ്ചിനെ എന്നെ കണ്ടപ്പോൾ ചേട്ടാ നമുക്ക് ഒന്നിച്ചിരിക്കണം കേട്ടോ ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച ആളുമാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ടിനി നീ ഒരു ആണാണെങ്കിൽ എന്തിനാണ് ഇങ്ങനത്തെ നാണം കെട്ട പണികൾക്ക് പോകുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു പരിഹാസ്യ കഥാപാത്രമായി ആൾക്കാരുടെ മുന്നിൽ മലയാളിയുടെ മുന്നിൽ ഇപ്പോൾ ടിനി ടോം എന്തെല്ലാം കേസിൽ ചെന്ന് പെട്ടു നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ആരാ ടിനി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എറണാകുളത്തെ ചട്ടമ്പിയോ അതോ ലോക്കൽ ഗുണ്ടയോ ആണോ എന്നാണ് എനിക്ക് ആകെ ചോദിക്കാൻ തോന്നുന്നത്. നിങ്ങളെ കണ്ടിട്ടാകണം നിങ്ങളുടെ മോൻ വളരുന്നത്. ഇയാൾ ഫസ്റ്റ് ഇയാളെ മകൻ്റെ കേസിൽ ഇതേമാതിരി സംസാരിച്ച സമയത്ത് ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്തിട്ട് വന്നല്ലോ. സപ്പോർട്ട് ചെയ്ത് വന്ന് സംസാരിച്ച് വന്ന സമയത്ത് അന്നൊക്കെ ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്ത കേട്ടോ. ഒരു അച്ഛൻ എന്നുള്ള കണ്ടീഷനിൽ നേർവഴി പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ അന്ന് ഈ വിഷയത്തിൽ സംസാരിച്ച ആളാണ്. ഇന്നിപ്പോൾ ആ ഒരു പയ്യൻ്റെ വീഡിയോ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണുന്ന സമയത്തും അപ്പോഴും ഞാൻ ഇതേ പറഞ്ഞുള്ളൂ അപ്പുറത്തെ ക്യാമറ എടുക്കുന്നവൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. കാരണം അയാൾ എന്തിനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന ഒരാൾ ഒരു പക്ഷേ എന്ത് സംഭവമാണെന്ന് അയാൾ ഡീസൻ്റായിട്ട് നിൽക്കുള്ളൂ. യഥാർത്ഥത്തിൽ എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല എന്നുള്ള രീതി ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തില്ല. പക്ഷെ ഞാൻ അങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിലും ഈ ശാന്തിവള ദിനേശൻ പുള്ളി പറയുന്നൊരു കാര്യങ്ങൾ കേട്ടോളൂ കേട്ടോ. മോനെ സിനിമയിൽ വിട്ടില്ല എന്നൊക്കെ ടിനി വീമ്പ് പറഞ്ഞിരുന്നു. കേട്ടപ്പോൾ എനിക്ക് ടിനിയോട് മടുപ്പും തോന്നിയിരുന്നു. മോൻ പാതിരാത്രി വെളിവില്ലാതെ കാർ ഓടിച്ച് വന്ധ്യവയോധികരായ ദമ്പതികൾ ഭാര്യയും ഭർത്താവും ജീവിക്കുന്ന ഒരു വീട്ടിൽ അവരെ ഉറക്കം കെടുത്തി. അവസാനം അവരുടെ വിദേശത്തുള്ള മകൻ വന്ന് കേസ് കൊടുത്ത് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കിയ ആ മകൻ എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ടിനിയെ വിളിച്ചു. അസൂയാണ് ചേട്ടാ എന്നായിരുന്നു ടിനിയുടെ മറുപടി. ആര്? ടിനി ടോമിൻ്റെ കാശും സമ്പന്നതയൊക്കെ കണ്ട് വീട്ടിൽ കിടക്കുന്ന വില കൂടിയ കാറൊക്കെ കണ്ടപ്പോൾ അയൽപക്കക്കാർക്ക് ഇവിടെ പട്ടിക്ക് മുടി വളർന്ന അമ്പട്ടനെന്തൊരു കാര്യം. പക്ഷേ അതൊന്നും ടിനി ഓർക്കുന്നില്ല. അതാണ് പ്രശ്നം. എന്നിട്ട് അവസാനം പറഞ്ഞാൽ രസം ഞാൻ ആ മനോജ് എബ്രാഹിമിനെ കൊണ്ട് പരാതി പറഞ്ഞാൽ തൂക്കാൻ ചേട്ടാ എന്നാണ് എന്താ പറഞ്ഞത്. മനോജ് എബ്രാഹിം എന്ന് പറഞ്ഞു ഏതോ വീട്ടിൽ ജോലിക്കുന്നുണ്ട് പറയുമ്പോൾ പറഞ്ഞു ഏതൊരു ലോക്കൽ ചട്ടമ്പിയോട് പറയാന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. സംസ്ഥാന DGP ആണ്. ഞാൻ ആ മനോജ് എബ്രാഹിമിനെ കൊണ്ട് ഈ പ്രശ്നം അവനെ ഞാൻ തൂക്കും. ഇതാണ് സെറ്റപ്പ്. അല്ലാതെ മകനെ തട്ടി വിലക്കലല്ല ചെയ്തത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ ടിനിയുടെ മോൻ്റെ അട്ടഹാസമാണ്. മുള്ളിൻ്റെ മുട്ടിൽ മുള്ളല്ലാതെ ചെമ്പകം വളരില്ലല്ലോ ടിനി. അതേ എനിക്ക് പറയാനുള്ളൂ. ഇതിപ്പോൾ ആ ചക്കൻ ഇനി മര്യാദയ്ക്കാണെങ്കിലും നന്നായി എന്ന് വിചാരിച്ചെങ്കിൽ കൂടി ഇയാളുടെ ഈ സ്വഭാവം കാരണം അങ്ങനെ പറയുള്ളൂ. വീണ്ടും ഞാൻ ചോദിക്കുന്നു, അൻസിബ എന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കമ്മിറ്റി മെമ്പർ, എതിരില്ലാതെ തിരഞ്ഞെടുത്ത മെമ്പർ, അവർ എതിർത്തത് എന്തിനെയാണ്? വിവാദ നായകനായ ദല്ലാൽ നന്ദകുമാർ എന്നയാൾ ദൈവങ്ങളുടെ രക്ഷകനായി അമ്മയുടെ സംഗമത്തിന് താൻ ചെയർമാനായ അമ്പലത്തിൻ്റെ പേരിൽ സ്പോൺസർ ചെയ്യുന്നു 75 ലക്ഷം രൂപ. കേട്ടുകേൾവിയുള്ളതാണോ ഇക്കാര്യം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അയാൾക്ക് ശ്വേത മേനോൻ എന്ന നടിയെ അറിയാം. ഭർത്താവിൻ്റെ പേര് പോലും അറിയില്ല എന്ന് അയാൾ ഏഷ്യാനെറ്റിൻ്റെ മുമ്പേ ഒന്ന് പറയുന്നു. ഇന്ന് ഒരു ക്ഷേത്രം സ്പോൺസറായി വരുന്നു, അതും ഒരു വിവാദ നായകൻ. നാളെ മറ്റൊരു മഹല്ല് കമ്മിറ്റി സ്പോൺസർ ആയേക്കാം അമ്മയുടെ. മറ്റന്നാൾ
ഏതെങ്കിലും ഒരു തിരുസഭ സ്പോൺസർ അയക്കാം. അങ്ങനെ അമ്മ എന്ന കെട്ടുറപ്പുണ്ടായിരുന്ന സംഘടനയെ വയലാർ എഴുതിയതുപോലെ ഹിന്ദുവായി ചിലർ, മുസൽമാനായി, ക്രിസ്ത്യാനിയായി, നമ്മൾ കണ്ടാൽ അറിയാതായി, അമ്മ ഭ്രാന്താലയമായി എന്ന് അവിടെ ഇരുന്ന് പാടേണ്ടി വരും. കെട്ടറ കെട്ടിയിട്ടേക്കാണല്ലോ, പാടാനുള്ള സൗകര്യക്കാട് ഉണ്ടല്ലോ. ഇങ്ങനെ പാടിയാൽ മതി. ഹിന്ദുവായി, ഞാൻ ട്യൂൺ അറിയാത്ത ഞാൻ ആ ട്യൂണിൽ പാടി കൊളാവും. മുസൽമാനായി, ക്രിസ്ത്യാനിയായി, നമ്മൾ കണ്ടാൽ അറിയാതായി, അമ്മ ഭ്രാന്താലയമായി എന്ന് പാടണമായിരിക്കും. അത് ചൂണ്ടിക്കാണിച്ചവളെ ഈ അപകടം നമ്മുടെ സംഘടനയിൽ വരാതിരിക്കണം എന്ന് ചിന്തിക്കാതെ, ആഹാ മഹാദേവ ക്ഷേത്രം ട്രസ്റ്റ് 75 ലക്ഷം രൂപ ദൈവങ്ങൾക്ക് മോശ സമയമായതിനാൽ തരുമ്പോൾ നീ എതിർക്കുന്നോടി, എന്നാൽ നീ ജിഹാദിയാണ്, നീ മതം മാറ്റാൻ നടക്കുന്നവളാണ് എന്ന് ചാപ്പ കുത്തുന്നത് കടന്ന കൈയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പറഞ്ഞുണ്ട് അൻസിബയെയും സരയുവിനെയും കമ്മിറ്റിയിൽ കൊണ്ടുവരണമെന്ന് വാശി പിടിച്ച ആളായിരുന്നത്രേ ടിനിട്ടോ. നമുക്കുള്ളതുള്ളതല്ലേ പറയാൻ പറ്റും. മനുഷ്യൻ പറയാണ് തെരഞ്ഞെടുപ്പിന് പാനൽ ഉണ്ടാക്കുമ്പോൾ ഇവരെ ഇത് മല്ലിക സുകുമാരൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തായാലും കമ്മിറ്റി കൊണ്ടുവരണം, മിടുക്കരാണ് പെൺകുട്ടികൾ എന്ന് പറഞ്ഞ ആളാണത്രേ ടിനിട്ടോ. എവിടെ വെച്ച അവർ അകന്നു എന്നത് മല്ലിക ചേച്ചിക്ക് അറിയില്ല. ചേച്ചി പറയുന്നത് അമ്മയുടെ കരിപ്പുറത്തുറ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത പരാതി എന്താണെന്നും കൂടി പറഞ്ഞേക്കാം. പലരും പലതും ചിന്തിക്കും ആ കൊച്ചിനെ പറ്റി. അതുകൊണ്ടാണ് ഞാൻ തുറന്നു പറയുന്നത്. ചരിത്രവതിയും ഓക്കെ, ഈ ഒരു വിഷയം നമ്മൾ ഓൾറെഡി ഇതിനെക്കുറിച്ച് സംസാരിച്ചാണ്, എന്താണ് ആ പരാതി എന്നുള്ള കാര്യം. ഞാൻ ഇന്നലെ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു, ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോ, അത് മലയാളികൾക്കിടയിൽ ഒരുപാട് പേര് അത് കാണുന്നവരുണ്ട്, കാണാത്തവർ ഒരുപാട്, അതിലേറെ കൂടുതൽ പേര് കാണാത്തവരുണ്ട്. പക്ഷേ ഈ ബിഗ് ബോസ് പോലത്തെ ഒരു ഷോ കാണുന്ന ആ ഒരു ഏതൊരു വ്യക്തിക്കും, ഇപ്പോൾ ഈ ലക്ഷ്മിപ്രിയയുടെ കാര്യം കൂടി പറഞ്ഞ സമയത്ത് പറയണം, ഒരു നിലപാടും ഇല്ലാത്തൊരു സ്ത്രീ ലക്ഷ്മിപ്രിയ, അപ്പുറത്ത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ഒരു അൻസിബ, ഇവർ രണ്ടുപേരെയും അത്യാവശ്യം നല്ലോണം ദിവസങ്ങളിൽ ബിഗ് ബോസിനകത്ത് കണ്ട ഒരു വ്യക്തി എന്നുള്ള കണ്ടീഷനിലാണ് ഞാൻ പറയുന്നത്. അത് ഈ ഒരു അവസ്ഥയിൽ ഇതിൻ്റെ പ്രേക്ഷകരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അങ്ങനത്തെവർക്ക് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്നലെ ഈ വീഡിയോ ചെയ്ത സമയത്ത് തന്നെ ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് ഇട്ടെന്ന് ശരിയാണ് ചേട്ടാ, ഞങ്ങൾ ബിഗ് ബോസ് കണ്ടിരുന്നു, ഞങ്ങൾക്ക് അൻസിബ ഇഷ്ടമായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്മിപ്രിയനെ പറ്റി പറയുന്നുണ്ട്, വിദേശത്ത് പോയ സമയത്ത്, ഇതൊക്കെ ഓൾറെഡി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, വിദേശത്ത് പോയ സമയത്ത് ആരുടെയോ കൂടെ ഫോട്ടോ എടുത്തു, ഈ എടുത്ത ഫോട്ടോ അത് ശരിയായോ എന്ന് ഒരു മെസ്സേജാണ് അയച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാവുന്നത്. ആ മെസ്സേജ് ഭർത്താവ് കണ്ട് അയാൾ പിടിച്ചടിച്ചു എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുക. ഏതായാലും 1 കോടി മാനനഷ്ട കേസാണ് ഇപ്പോൾ അൻസിബ കൊടുത്തിരിക്കുന്നത്. അമ്മയിലും പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഇൻഫർമേഷൻ പ്രകാരം തന്നെ കേൾക്കാൻ ആരുടെ അവകാശമാണ്, നിഷ്പക്ഷമായിട്ടുള്ള ഒരു കമ്മിറ്റി വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിലേക്ക് നിർദ്ദേശിക്കുന്ന പേരുകൾ ഒന്ന് ധ്യാൻ ശ്രീനിവാസൻ, പിന്നെ പിഷാരടി, ഇവരൊക്കെ പേരുകളാണ് അവരാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആരൊക്കെ ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. ഇവർക്ക് പറ്റില്ല, അമ്മയ്ക്ക് അത് അങ്ങനെ അവർ ആവശ്യപ്പെടുന്ന ആൾക്കാരെ വെക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ശ്വേതാമേനോൻ്റെ. ഇതിൽ ഏറ്റവും വിരോധാഭാസം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സംഘടനേൻ്റെ പേര് തന്നെയാണ്, അമ്മ. ആ ഒരു പേര് അതാണ് പലരും സംസാരിക്കുന്ന സമയത്ത് അമ്മ എന്ന പേര് പോലും പറയാറില്ല, AMMA എന്നേ പറയാറുള്ളൂ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യും. നമുക്ക് അടുത്ത ടോപ്പിക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.